ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മാർച്ച് 30 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ലോകത്താദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായി സിയാൽ ഇതിന് ധാരണാപത്രം ഒപ്പുവെച്ചു. പുനരുപയോഗയോഗ്യമായ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹരിത ഹൈഡ്രജൻ. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം കൂടിയാണ് സിയാൽ. ജമ്മു കാശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന് 2024 ഫെബ്രുവരി 14 എത്ര വർഷം തികഞ്ഞു? ഉത്തരം 5 വർഷം. 2019 ഫെബ്രുവരി 14 ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് സഞ്ചരിച്ച 78 വാഹനങ്ങളുടെ വ്യൂഹത്തിന് നേരെ അവന്തിപൂരയ്ക്കടുത്ത് വെച്ച് ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറ് ഇടിച്ചു കയറ്റിയത്. ആക്രമണത്തിൽ 40 CRPF ഭടന്മാർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ആക്രമണത്തിന് പിന്നിൽ. ഇതിന് തിരിച്ചടിയായി 2019 ഫെബ്രുവരി 26 ഇന്ത്യ നിയന്ത്രണ രേഖ മറികടന്ന് ബാലാകോട്ടിലെ ഭീകരരുടെ താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തി. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി പഠനം നടത്തുന്നതിനായി US ബഹിരാകാശ സ്ഥാപനമായ നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹം. ഉത്തരം പേസ്. പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ, എക്കോസിസ്റ്റം എന്നാണ് പൂർണ്ണനാമം. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വരൂപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏത് പദ്ധതിയാണ് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി റദ്ദാക്കിയത്? ഉത്തരം ഇലക്ട്രൽ ബോണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് വിധി. നേരിട്ട് പണം കൈമാറുന്നതിന് പകരം ബാങ്കിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങി മറ്റാരും അറിയാതെ രാഷ്ട്രീയ കക്ഷികൾക്ക് പേര് വെളിപ്പെടുത്താതെ സംഭാവന നൽകുന്ന രീതിയാണിത്. 2018 ജനുവരിയിലാണ് കടപ്പത്ര പദ്ധതി പ്രാബല്യത്തിൽ വന്നത്. ബോണ്ടുകളുടെ വിതരണം നിർത്തിവെക്കാനും വിതരണം ചെയ്തവയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെക്കുറിച്ച് അറിയാനുള്ള അവകാശം ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണെന്നും കോടതി വ്യക്തമാക്കി. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കുമായി ഇതുവരെ ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചത് 16,518 കോടി രൂപയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് എവിടെയാണ്? ഉത്തരം ഡൽഹി. 2024 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത്? ഉത്തരം ഓസ്ട്രേലിയ. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഫൈനലിൽ ഇന്ത്യയെ 79 റൺസിന് തോൽപ്പിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയ ഈ നേട്ടം സ്വന്തമാക്കിയത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത്? ഉത്തരം V. ഹരിനായർ. ഡോക്ടർ വിശ്വാസ് മേത്ത വിരമിച്ച ഒഴിവിലാണ് നിയമനം. മുൻ നിയമ സെക്രട്ടറിയാണ്. ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം ദുബായ്. 2024 ഫെബ്രുവരി 12 മുതൽ 14 വരെ നടന്ന ഉച്ചകോടിയുടെ വിഷയം ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെന്റ്സ് എന്നതായിരുന്നു. 10 പ്രസിഡന്റുമാരും 10 പ്രധാനമന്ത്രിമാരുൾപ്പെടെ 20 ലോക നേതാക്കളും 120 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗമായി വീണ്ടും നിയമിതനായത്? ഉത്തരം K. ബൈജുനാഥ്. നിലവിൽ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അടുത്തിടെ 500 വിക്കറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ? ഉത്തരം R. അശ്വിൻ. രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിനെതിരെയായ 3-ാം ടെസ്റ്റിലെ 2-ാം ദിവസം ഓപ്പണർ സാക്രോളിയെ പുറത്താക്കിക്കൊണ്ടാണ് ഇന്ത്യൻ ഓഫ് സ്പിന്നർ
അശ്വിൻ ടെസ്റ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും ലോക ക്രിക്കറ്റിലെ 9ാമനുമായത്. ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ അനിൽ കുംബ്ലെയാണ് ആദ്യ ഇന്ത്യക്കാരൻ. ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ 500 വിക്കറ്റ് തികച്ച താരങ്ങളിൽ രണ്ടാമൻ കൂടിയാണ് അശ്വിൻ. ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരനാണ് ഒന്നാമൻ. മുത്തയ്യ മുരളീധരൻ, ഷെയ്ൻ വോൺ, ജെയിംസ് ആൻഡേഴ്സൺ, അനിൽ കുംബ്ലെ, സ്റ്റുവർട്ട് ബ്രോഡ്, ഗ്ലെൻ മക്ഗ്രാത്ത്, കോഡ്നി വാളിഷ്, നെതൻ ലയൺ എന്നിവരാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികച്ച 8 താരങ്ങൾ. ചെന്നൈ സ്വദേശിയാണ് രവിചന്ദ്രൻ അശ്വിൻ. ലോകബാങ്കിന്റെ 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 38. 139 രാജ്യങ്ങളുടെ സൂചികയിലാണ് ഇന്ത്യയുടെ നേട്ടം. 2018 ഇന്ത്യ 44ാം സ്ഥാനത്തായിരുന്നു. സിംഗപ്പൂർ, ഫിൻലൻഡ് എന്നിവയാണ് സൂചികയിൽ ഏറ്റവും മുന്നിൽ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം പുരസ്കാരങ്ങളിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും വിഖ്യാത നടി നർഗീസ് ദത്തിന്റെയും പേരുകൾ ഒഴിവാക്കി. മികച്ച നവാഗത സംവിധായക ചിത്രത്തിനുള്ള പുരസ്കാരം ഇന്ദിരാഗാന്ധിയുടെയും മികച്ച ദേശീയോദ്ഗ്രന്ഥ ചിത്രത്തിനുള്ള പുരസ്കാരം നർഗീസിന്റെയും പേരിലാണ് നൽകിയിരുന്നത്. പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾ ഇനി ഉണ്ടാവില്ല. ഫീച്ചർ, നോൺ ഫീച്ചർ വിഭാഗങ്ങളിലായി പരമാവധി 2 വീതം ജൂറി പരാമർശങ്ങൾ ഉണ്ടാകും. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര തുക 10 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷം രൂപയാക്കി ഉയർത്തി. വാർത്താ വിതരണ മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ പ്രകാരമാണിത്. 2022 70ാമത് ദേശീയ അവാർഡ് മുതൽ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം. ഉത്തരം തമിഴ്നാട്. മലേഷ്യയുടെ പുതിയ രാജാവായി നിയമിക്കപ്പെട്ടത്. ഉത്തരം ഇബ്രാഹിം ഇസ്കാന്ദർ സുൽത്താൻ. മലേഷ്യയിലെ 9 സംസ്ഥാനങ്ങളിൽ ഒന്നായ ജോഹറിന്റെ ഭരണാധികാരിയായിരുന്നു. സംസ്ഥാന ഭരണാധികാരികൾ ഊഴമനുസരിച്ചാണ് മലേഷ്യയുടെ രാജാവാകുന്നത്. 5 വർഷമാണ് കാലാവധി. അസർബൈജാന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഇൽഹാം അലിയേവ്. ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളുടെ പേരുകൾ. ഉത്തരം മഹദ, കൈഹാൻ 2, ഹാത്തിഫ് 1. സ്വന്തമായി വികസിപ്പിച്ചവയാണ് ഈ ഉപഗ്രഹങ്ങൾ. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത്. ഉത്തരം ഐവറി കോസ്റ്റ്. ഫൈനലിൽ നൈജീരിയയെയാണ് തോൽപ്പിച്ചത്. 3ാം തവണയാണ് ഐവറി കോസ്റ്റ് ചാമ്പ്യന്മാരാകുന്നത്. ടൂർണമെന്റിലെ മികച്ച താരമായത് വില്യം ട്രൂസ്റ്റ്. 5 ഗോൾ നേടിയ ഇക്വറ്റോറിയൽ ഗിനിയുടെ എമിലിയോ സ്യൂലോപ്പസ് ഗോൾഡൻ ബൂട്ട് നേടി. ഫെയർ പ്ലേ പുരസ്കാരം ദക്ഷിണാഫ്രിക്ക നേടി. ഐവറി കോസ്റ്റിലാണ് മത്സരങ്ങൾ നടന്നത്. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഖത്തർ കിരീടം നിലനിർത്തി. ജോർദാനെ 3-1 കീഴടക്കിക്കൊണ്ടാണ് ആതിഥേയരായ ഖത്തർ 2ാം തവണ കപ്പ് നേടിയത്. 2022-23 തദ്ദേശ സ്വയംഭരണ പുരസ്കാരങ്ങൾ. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ, മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം, നഗരസഭ ഗുരുവായൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം എന്നിവ പങ്കിട്ടു. ക്ഷീരോത്പാദന രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കുന്ന കർഷകർക്ക് ക്ഷീരവകുപ്പ് നൽകുന്ന പുരസ്കാരം നേടിയവർ. ഉത്തരം സംസ്ഥാന ക്ഷീര സഹകാരി ഷൈൻ KB. മികച്ച ക്ഷീര സഹകരണ സംഘത്തിനുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡിന് ആപ്കോസ് വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ മൈക്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘവും ആപ്കോസ് ഇതര വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിലെ
ലക്ഷ്മി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സഹകരണ സംഘവും അർഹരായി. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.